ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സമിതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരിശോധന നടത്തി. 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അന്വേഷണ സമിതി അംഗം റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ ജയിലുകളിലെയും സാഹചര്യങ്ങൾ പഠിക്കുമെന്നും സമിതി വ്യക്തമാക്കി. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയത്. 2 ദിവസം കണ്ണൂരിൽ തുടരുന്ന സമിതി അംഗങ്ങൾ ജയിൽ ജീവനക്കാരിൽ നിന്നും തടവുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. ജയിലിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ഞങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ജയിൽ ചാടിയത്, ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്, എന്തൊക്കെയാണ് അപാകതകൾ, എന്തൊക്കെയാണ് പോരായ്മകൾ, ജയിലിൽ ഏത് സാഹചര്യമാണ് അങ്ങനെ ചാടാൻ ഒരുക്കിയത്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വന്നു. ആദ്യമായിട്ട് കണ്ണൂർ ജയിൽ കാണും. പ്രധാനപ്പെട്ട ജയിലുകളെല്ലാം സന്ദർശിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കി എല്ലാ ജയിലിലെയും സൗകര്യങ്ങൾ നോക്കി പോരായ്മകൾ കണ്ടുപിടിച്ച് ശുപാർശ ചെയ്യും. അപ്പം ഇനിയൊരു രണ്ടാമതൊരു ജയിൽ ചാട്ടം ഉണ്ടാകരുതെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലെയും സാഹചര്യം വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ ജയിലുകളിലും അന്വേഷണ സമിതി സന്ദർശിക്കും. 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കണ്ണൂർ.